എവിടെ ഒരു കാര്യം കാണിച്ചത് അകത്ത് കണ്ടോളാം. അമ്മ അമ്മ കണ്ടാൽ ഞെട്ടും. എന്ത് വടി? വാ ഒരു സർപ്രൈസ്. പിന്നെ സർപ്രൈസ് പോ. അമ്മ അത് പറഞ്ഞ അത് രസം കാണില്ല, അമ്മ കാണണം. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കണ്ടോളാം. ഇത് അടിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഇന്ന് വരെ കാണാത്തൊരു കാര്യം. വാ 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 അമ്മ, ഭയങ്കര സർപ്രൈസ് ആയിരിക്കും അമ്മ. വേണ്ട അമ്മ പ്ലീസ് അമ്മ. പെണ്ണ് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മുട്ടടിച്ചെന്നാ അമ്മ പ്ലീസ് 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 വാ വാ. പറയാൻ അറിയാൻ പാടില്ല. എന്താ എനിക്ക് പറഞ്ഞ അതിന്റെ സുഖം പോകും, എനിക്ക് സന്തോഷം കൊണ്ട് വാ. ഇവിടെ കൂടെ അടിച്ചു കഴിയട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നേ. എടി നിക്ക വാ, സർപ്രൈസാ. എന്നിട്ട് കാര്യം വാ വാ നോക്ക്. ഇതെന്തപ്പോ ഇങ്ങനെ എടുക്കാൻ? ബൈബിളാണ്. കളിയാക്കല്ലേ, പോ കളിക്കാതെ പോ. ഞാൻ വളരെ ഗൗരവമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, തമാശ കളിക്കുന്ന. അല്ല, എന്തോ നല്ലത് വരാനുണ്ട് ക്ലീറ്റോ. അല്ലെങ്കിൽ ക്ലീറ്റോന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നൂല. എന്തോ നല്ലത് വരാൻ? ബൈബിളൊക്കെ എടുത്ത് വായിക്കുന്നത് ഞാൻ നല്ലതാ ക്ലീറ്റോ. അങ്ങനെ ദൈവചിന്തയിലോട്ട് മടങ്ങി പോണം. ഈ നാട്ടുകാരൊന്നും ഉണ്ടാവൂല. നമുക്ക് എന്തെങ്കിലും വന്ന ദൈവം മാത്രമേ കാണുള്ളൂ. ഓ, ഇത്രയും നാൾ കർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കർത്താവ് എങ്ങും പോയിട്ടുമില്ല. ഇനിയും കർത്താവ് എൻ്റെ കൂടെ തന്നെ കാണും. ഞാൻ ഇത് വായിച്ചെന്നല്ല, ഇതൊക്കെ എനിക്ക് ഫുൾ മനപ്പാടമാണ്. അയ്യോ പിന്നെ എന്ന് വായിച്ചിട്ട് മനപ്പാടാവാൻ സാന്റാ ക്ലാസ്സിലും കൂടി വരെ അതൊക്കെ പോയിട്ടില്ല. ഓ, ഇയാൾ അതിനെക്കുറിച്ച് അങ്ങോട്ടൊന്നും കിടക്കണ്ട കേട്ടോ. എന്താണെങ്കിലും ഈ ചെയ്തത് നന്നായി. എടി, ഞാൻ ഇന്ന് വൈകിട്ട് ഒരു പ്രസംഗമുണ്ട്. മാനവ സ്നേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണം. അതിന് ഞാൻ ആ പേജ് ഒന്ന് എടുത്തിട്ടേ കുറേ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. അല്ല, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താ പോരെ? ഗൂഗിളൊക്കെ എന്താ ഉണ്ടായത്? ഗൂഗിൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ സാധനമാണ് ഇത്. അതിലില്ലാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ മലയാള സിനിമയിൽ ഹിറ്റായ പല സിനിമകളും എടുത്തു നോക്കിയാലേ അതിലുള്ള കഥകൾ കംപ്ലീറ്റ് ഇതിനകത്തുനിന്നാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, അത് മറ്റേ തിരക്കഥാകൃത്തിന്റെ തൂലികയെന്നല്ലേ? പോടി, അതൊക്കെ ഇതിനകത്തുനിന്ന് പല പല കാര്യങ്ങളും എടുത്തിട്ടാണ് സിനിമ തിരക്കഥ ആക്കുന്നത്. അപ്പൊ ബൈബിൾ വാങ്ങിച്ച എനിക്കാവാമോ തിരക്കഥാകൃത്ത്? ഈ പോയേ നിനക്ക് വേറെ ഒന്നും അറിയാനില്ല അല്ലേ? ഡൗട്ട് ചോദിച്ചില്ലേ? ഇനി എന്നെ സ്വസ്ഥമായിട്ട് ഇത് ശ്രദ്ധിക്കാം. എനിക്കും വായിക്കണം. ഞാനിത് വായിച്ച് അവിടെ കൊണ്ട് വെക്കും. അതിനുശേഷം എന്റെ ഫോൺ മുകളിൽ എടുത്ത് വായിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവൂല വലിയ അർത്ഥം. ഞാൻ ഫോൺ അടിക്കണതിന്റെ അമ്മയുടെ. ഫോൺ അയ്യോ, ഞാൻ എടുക്കുന്നില്ലേ. ഈ നേരം വിളിക്കുമ്പോ വിളിക്കണേ ഒന്നീ നിന്റെ അമ്മ, അല്ലെങ്കിൽ നിന്റെ ആങ്ങള, അല്ലെങ്കിൽ നിന്റെ നാത്തൂന്. അവരല്ലാതെ ആര് വിളിക്കണം? പിന്നെ ഒരു പണിയുടെ ഇടയ്ക്ക. അതെ, എന്റെ അമ്മ എല്ലാട്ടോ നിങ്ങളുടെ പെങ്ങളാ. ഹലോ. രാവിലെ ഞാൻ ദേ മുറ്റം അടിക്കുമായിരുന്നു. ഓ, ഇവിടെ ഉണ്ട്. രാവിലെ ബൈബിള് വായിച്ചോണ്ടിരിപ്പുണ്ട്. അല്ലല്ല, മാനവ സ്നേഹം പഠിക്കുവാ. എന്താ? ആര് പൗലോച്ചായനോ? സത്യം പ്രമോഷൻ ആയി കാണും. അയാള് സർക്കിളായുള്ള അവസ്ഥ. പ്രമോഷൻ പറയാ. അല്ല, എന്ന് പോണം? ഓ ഓ ഓ, നല്ല പ്രമോഷൻ ആയി കാണും. ഞങ്ങള് വരുന്നുണ്ട്. ആ, ചെന്നാ മതി. ഇപ്പൊ സന്തോഷായി. കൊടുക്കണോ ഞാൻ? ആ ശരി, ഞാൻ പറഞ്ഞോളാം. വിളിച്ചോളൂ. ശരി നാത്തൂനെ, ഞാൻ വിളിക്കാന്ന് ഒരാളെ. ക്ലീറ്റോ വിളിക്കാന്ന്. ശരി. ലൂക്കിലി പോലീസിന് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്താണ്? എങ്ങോട്ട് സ്ഥലം മാറ്റം, യാത്ര പോകണം, ആരെയൊക്കെ പറഞ്ഞു. എന്തായാലും ആളെയും CA ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ക്ലീറ്റോനോട് പറഞ്ഞില്ലേ ബൈബിൾ എടുക്കണത് എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. അവർക്ക് നല്ലതല്ല ഞാൻ ബൈബിൾ എടുത്ത്. നമുക്ക് നല്ല. അവർക്കല്ല ക്ലീറ്റോ, പിന്നെ നമുക്കാ. അപ്പൊ ഞാൻ സ്ഥലം എഴുതി കൊണ്ട് വരാന്ന് പറഞ്ഞോ? ഓ, അതൊന്നും അല്ല. പിന്നെ അതൊക്കെ എന്തെങ്കിലും കിട്ടും. അതൊന്നും അല്ല. അല്ല, നീ പറ, എന്താ കാര്യം പറയും. പൗലോച്ചായൻ ക്ലീറ്റോന്റെ ജോലി ശരിയാക്കിയെന്ന്.
എടി മൂന്നാറില് തേയില ഫാക്ടറിയില് മാനേജര്. പിന്നെ അളിയൻ അത് തന്നെ ജോലി. എനിക്ക് വേണ്ടി ഇപ്പൊ ജോലി റെഡിയാക്കാൻ വേണ്ടി നടക്കണ ആള്. സത്യം ക്ലീറ്റോ, 25,000 രൂപ ശമ്പളം. പിന്നെ എന്താണ്ട് SIO അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന്. അതൊന്നും ചുമ്മാ ഇവക്ക് വട്ട്. എന്താ ക്ലീറ്റോ? മൂന്നാർ എന്നൊക്കെ പറയണ എവിടെയാണ് അറിയാമോ? മൂന്നാറ് മൂന്നാറെന്താ കേട്ടിട്ടൊക്കെ ഉണ്ട്. എവിടെ അവിടെ എവിടെ? ഇടുക്കിയുടെ അടുത്ത്. ഇടുക്കിയുടെ അടുത്തല്ല, തൊട്ടടുത്ത് തമിഴ്നാട്, വേറെ സ്റ്റേറ്റ് ആയി. അങ്ങോട്ട് നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങൾ കേരളത്തിൽ നിന്നാ മതി. നിങ്ങൾ തമിഴ്നാട്. അതും ശരിയാവില്ല. ഇവിടുത്തെ പാർട്ടി വേണ്ട. ഈ ക്ലാരൊക്കെ എന്തിനാ? ക്ലാരെ വിളിക്കട്ടെ. ക്ലാരനല്ല, ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ചോളാം. വീട്ടുകാരൊക്കെ വിളിച്ചോ. നിങ്ങളുടെ ഫോൺ എടുത്ത് വിളിക്ക്. എന്റെ ഫോൺ എന്തിനാ നിങ്ങക്ക്? അതിനല്ലേ അവിടെ വിളിച്ച നമ്പറിലോട്ടൊന്ന് വിളിക്കേ. നമുക്കിനി ഒരുപാട് ചായ കുടിക്കാം, തേയില കിട്ടുമല്ലോ. ഓഹോ അയ്യോ, എന്റെ മോക്ക് അതാണ് അവളുടെ ചിന്ത. ആ എടി അമ്മ എന്തേ? നീ എന്തായാലും കേട്ട ഉടനെ അതെ ക്ലീറ്റോന് ജോലി ശരിയായി കേട്ടോ, മാനേജര്. ആ തേയില ഫാക്ടറിയില്. മൂന്നാറ്. പിന്നെ അമ്മ വരുമ്പോ പറയണേ. അവനെന്തേ? ശരി അവനോടും പറയണം. ശരി മോനെ. ഓക്കെ. കാളെ പറ്റില്ലെന്ന് അറിയില്ല. ക്ലീറ്റോന് ജോലി. കണ്ട നീ ചുമ്മാക്ക്. ഇത് ആളെ എന്നെ അവിടെ കൊണ്ട് ഇടാനാണെങ്കിൽ എന്തോ വൈരാഗ്യം തീർക്കാനാണ്. അതൊന്നും നടക്കൂല. എന്ത് വൈരാഗ്യം തീർക്കാൻ? പിന്നെ അല്ലാതെ ഈ മൂന്നാർ പോലുള്ള പട്ടിക്കാട്ടിലൊക്കെ അതൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല. മൂന്നാറില് മനുഷ്യരില്ലേ? മനുഷ്യരുണ്ട്. അവിടെ ഏറ്റവും ജനവാസം കുറഞ്ഞ സ്ഥലമാണ്. വല്ലപ്പോഴും അതുകൊണ്ടല്ലേ ടൂറിസ്റ്റ് കേന്ദ്രമായത്. അതെ, ഓരോ മുട്ടായിക്ക് ന്യായം പറഞ്ഞ് ഈ പണിക്ക് പോകാതിരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്നല്ല, ബാക്കി ഞാൻ അന്നേരം പറയാം. നമ്മുടെ കേമ. എന്റെ കർത്താവേ, ഞാൻ എനിക്ക് നിന്റെ ഇരിപ്പ് കണ്ടിട്ട് ചിരി വരുവാണ്. ഇത് വേറെ ചുമ്മാ LKG പിള്ളേർ സ്കൂളിൽ പോകാൻ മടി കാണിച്ചിരിക്കുന്നതാണ്. നീ പോകുന്നില്ലാന്ന് നീ തീർത്തങ്ങ് പറയണം. 30 ദിവസം ജോലി എടുത്താൽ 25,000 രൂപ വാങ്ങിക്കാനല്ലേ പോകുന്നത്? നമ്മളിവിടെ ഒരു ദിവസം കൊണ്ട് 25,000 രൂപ ഉണ്ടാക്കിയിട്ടില്ലേ? നിന്റെ ബുദ്ധിയും എൻ്റെ കഴിവും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോലെ ആരെയൊക്കെ ഒളിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മറക്കണ്ട. എൻ്റെ അളിയ അങ്ങനെയാണ്. റിസ്ക് എടുത്താലേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഈ ജോലിക്ക് നേതാവ് പോണം. അതെന്ത് നേതാവ് പോണം നേതാവ്. അയ്യോ, അതെന്ത് കാര്യം? ഈ പാർട്ടി പൊളിഞ്ഞ് കിടന്നപ്പം ആരാ ഈ പാർട്ടിയെ ഉയർത്തി കൊണ്ടുവന്നത്? നേതാവല്ലേ. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം മൂന്നാറിലെ തേയില കമ്പനി ഇപ്പൊ ആകെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ നേതാവിനെ കഴിയൂ. ഈ പൊളിഞ്ഞ് കിടക്കുന്ന കമ്പനിയെ പണിയാൻ അവൻ കൽമേശ്ശേരി ഒന്നുമല്ല. അതല്ല, അതവിടെ കൽപ്പണിക്കാരുണ്ട്, അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ കേട്ടാ. ആ കമ്പനിയെ പൊക്കിക്കൊണ്ടുവരാനാണ് ഞാൻ പോവാൻ നീ പറയണത് അല്ലേ? അല്ലാതെ നിനക്ക് ഈ കസേരയിൽ ഇരിക്കാനുള്ള മോഹമൊന്നുമില്ല. ഉറപ്പല്ലേ അളിയാ? എനിക്ക് ഈ കസേര നോട്ടമൊന്നുമില്ല. എനിക്കുള്ള കസേര പ്രധാനമന്ത്രി കസേരയാണ്. ഈ പോക്ക് പോകണേ ഉടനെ തന്നെ ആവും പ്രധാനമന്ത്രി. ആവും. ആയതാണ് ഓരോ കഷ്ടങ്ങൾ. ഒന്നും ചേർക്കാനില്ല, പറ്റട്ടെ. എണ്ണ തെളിയണം. ഞാനും കുറച്ചേരം ഇളക്കിക്കോട്ടെ. പിന്നെ കൈയും കാലൊക്കെ പൊളിക്കാൻ കുറച്ചേരം കളിക്കാനല്ല ഡാഡിക്ക് കൊണ്ടുപോകണം. വേണ്ട അടി മേടിക്കണോ? ഞാനിപ്പോ എഴുന്നേപ്പിച്ച് വിടുന്ന ഇവിടെ ഇരിക്കണോന്ന് പറഞ്ഞാ ഞാൻ. പഠിക്കാനാ. പിന്നെ പഠിക്കാൻ നല്ലോണം വെള്ളമൊക്കെ പറ്റിയില്ലെങ്കിലേ ചീത്ത. നീ ഇഞ്ചിക്കറി കണ്ടിട്ടില്ലേ? പറഞ്ഞ കേട്ടത്തൊന്നും ഇതൊന്നും കഴിച്ചിട്ടില്ല. ഡാഡി പോകുമ്പോഴേ ഞാൻ ക്ലാസ്സിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അപ്പം ടീച്ചർ പറഞ്ഞു 5 കിലോ തേയില വേണമെന്ന്, ശുദ്ധമായ തേയില. നീ എന്ത് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ ടീച്ചർ എന്ന് പറഞ്ഞു. പൈസയും കൂടി മേടിച്ചോളണം. അത് മോശമല്ലേ? മക്കളിമോനെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇതൊരു ബിസിനസ്സും കൂടെ ആക്കിയാലോ? അത് സൂപ്പർ ഐഡിയ ആയിരിക്കും. ഡാഡിയാ ക്ലീറ്റോന് അവിടെ ആയതുകൊണ്ട് തേയില വില കുറച്ച് കിട്ടൂലേ?
ആ വില കുറച്ച് കിട്ടുന്ന തേയില നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വേറെ വിലക്ക് വിൽക്കാലോ. എന്റെ ഫ്രണ്ട്സും ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര്. ആ തരാന്ന് പറഞ്ഞേ എല്ലാവർക്കും. ഈ മൂന്നാറ് ഞാൻ പോണതിന്റെ തൊട്ടടുത്താണ് മറയൂര് ചന്ദനക്കാട്. അവിടെ കുറച്ച് ചന്ദനം കൂടെ ഞാൻ കൊണ്ടുവന്നാലേ അത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. ഈ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്. ക്ലീറ്റോന്റെ തമാശ കേൾക്കാൻ പറ്റില്ല ഇനി. എനിക്ക് തോന്നുന്നില്ല അവിടെ പോയി. ഇതെന്താ ഉണ്ടാക്കണേ? ഇഞ്ചിക്കറി. ആർക്ക്? ക്ലീറ്റോനെ കൊണ്ടുപോകാൻ. എന്തിനു? എന്തിനാന്നോ? 2 മാസം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. എന്ത് കൂട്ടും? ഇവിടെ നിന്ന് അങ്ങ് എന്റെ കണ്ണ് തെറ്റിച്ചാൽ പിന്നെ ക്ലീറ്റോ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കൂല, ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കൂല. ഇതാകുമ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ നമുക്ക് അങ്ങ് കുറയ്ക്കാം. എനിക്ക് ഒന്നാമത്തെ എൻ്റെ പ്രശ്നം ഇതാണ്. ഞാൻ ഈ നമ്മുടെ ജില്ല വിട്ട് വേറൊരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം പിടിക്കില്ലേ? അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത്. പോരെ 2 കിലോ അരി അങ്ങ് മേടിക്കുക. ഒരു കുക്കർ, കൊച്ചു കുക്കർ ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോനുള്ള കഞ്ഞിയായോ? ആര് വെച്ചേക്കണം? ക്ലീറ്റോ അങ്ങ് വെച്ചേക്കണം. എനിക്കറിയൊന്നുമില്ല കഞ്ഞിയൊന്നും വെക്കാൻ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇഞ്ചിക്കറി ഒന്ന് തൊടാനായിട്ട് സൈഡിലുണ്ടെങ്കിൽ പിന്നെ ഒരു കറിയും വേണ്ട. എനിക്ക് ഇതൊന്നും കൂട്ടിയൊന്നും കഴിച്ചാൽ ശരിയാവില്ല. ഒന്നാമത് മാത്രമല്ല ഈ വേറെ വലിയ പ്രശ്നം ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ അവിടെ. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടും ചുമയും വരും. ക്ലീറ്റോ അവിടെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ വായുവാ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പം അതൊന്നും പറയണ്ട. പിന്നെ തണുപ്പ് ഒന്നിച്ചിരി പിന്നെ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ആ ബ്ലാങ്കറ്റ് ഒക്കെ കിട്ടും. അതൊക്കെ ഇട്ടങ്ങ് നിന്നാൽ മതി. അച്ചാറൊക്കെ ഉണ്ടല്ലോ, മാങ്ങ അച്ചാറ്. അതൊക്കെ ഉണ്ട്. അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പോയി ഒന്ന് ജോലിയിലൊക്കെ ഒന്ന് നിന്ന് അവിടുത്തെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരണം. ഒരു പാട്ട് പാടുത്ത എനിക്ക്. പാട്ട് അല്ല എന്നെ പഠിപ്പിക്കാനോ? ഏത് പാടും? ഞാൻ നോക്കട്ടെ. ഏതെല്ലാം പാട്ട്? ഒരു പാട്. മിനുങ്ങ മിന്നുങ്ങി പാടാം. അത് ചന്ദ്രമണ്ഡലമാണ്. അയ്യോ അത് നീ പാടി വെറുപ്പിച്ചതാ. വേണ്ട. ഓ ശരി, അതെങ്കിൽ അത് പാട്ട് പഠിപ്പിച്ചേ. മിനുങ്ങും മിന്ന മിനുങ്ങേ, മിനുങ്ങും മിന്ന മിനുങ്ങേ, മിന്നി മിന്നി തേടുന്നതാരേ, മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ, നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ഛൻ. നല്ല പാട്ട്. ക്ലീറ്റോ കിടക്കണില്ലേ ക്ലീറ്റോ? പുതുകനവായി മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലും. എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും നീ പ്രകടിപ്പിക്കാതെ ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും കൊണ്ട് നടക്കണമെന്ന് എനിക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മോള് വളർന്നു വരികയാണ്. അവൾക്ക് ഈ പ്രായത്തിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും സാമീപ്യമൊക്കെ ഒരുമിച്ച് കിട്ടണം. അല്ലെങ്കിൽ അവൾ വളർന്ന് വലുതായി ഒരു രക്ഷകർത്താവായി കഴിയുമ്പോൾ അവളുടെ കുട്ടിക്ക് ഈ സ്നേഹം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച് മുന്നോട്ട് പോവാതെ വെറുതെ കുറേ കാശുണ്ടാക്കിയിട്ട് എന്ത് ജീവിതമാണ്? നിൻ്റെ ഈ ചിരിയും കളിയും ഇവളുടെ വളർച്ചയും ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടി പോയി കിടന്ന് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെയും നിങ്ങളിവിടെയും അതൊന്നും ഒരു പറ്റില്ല തങ്ക. എനിക്കത് പറ്റില്ല. എനിക്ക് നിങ്ങളെയൊക്കെ പിരിഞ്ഞ് അങ്ങനെ പറയണതും നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞു. നാളെ രാവിലെ പോകേണ്ടതാ. വേഗം കിടന്നുറങ്ങും. മതി. ലൈറ്റ് അടിച്ചൊക്കെ. വേണ്ട, ഞാൻ ഇങ്ങനെ കിടന്നോളാം. എനിക്കൊന്നും വേണ്ട. എന്നെ ആരും തുറണ്ട. വേണ്ട. അവിടെ കിടക്ക്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ നിങ്ങൾ ഇതുപോലെ ആരെയും പിടിക്കാൻ ആരും കാണൂലല്ലോ. ഡാഡി വേണ്ട. ഡാഡി ആരും സ്നേഹിക്കണ്ട. അവിടെ എന്നെ ഇഷ്ടമില്ലാത്തവരൊന്നും വേണ്ട. ഡാഡി ഇവിടെ എവിടെയെങ്കിലും കിടന്നു.
ക്ലീറ്റോ ഇങ്ങോട്ട് വാ ക്ലീറ്റോ, കുഞ്ഞു പിള്ളേരെ പോലെ കാണിക്കല്ലേ. എന്ത് കാണിച്ചാലും ഇന്ന് നാളെ നിങ്ങൾ പോയേ പറ്റുള്ളൂ. വെറുതെ തണുപ്പത്ത് കിടന്ന് ഇനി പനിയായിട്ട് നാളെ പോവാൻ നിൽക്കണ്ട. മര്യാദക്ക് കയറി കിടന്നു, ഞങ്ങളൊന്നും പറയില്ല. വാ വരട്ടെ, എനിക്ക് എല്ലാ അസുഖവും വരട്ടെ. ഭയങ്കര വെയിറ്റ് ഉണ്ട്. ക്ലീറ്റോ കഴിഞ്ഞില്ലേ, ഇങ്ങോട്ട് വാ. നിക്ക് ഡാഡിനെ കാണിച്ചു കൊടുത്തിട്ട് വെക്കട്ടെ. ഇങ്ങോട്ട് വരാൻ. ഡാഡി വന്നേ. ഇങ്ങോട്ട് നോക്കിയേ, ഇതിനകത്ത് എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. തലയിൽ തേക്കാനുള്ളത് അവലോസ് പൊടി. എന്തോ ക്ലീറ്റോ ഒരു സന്തോഷം ഇല്ലാത്തത്. ഇതിനകത്ത് അരിയുണ്ടയുണ്ട്, ക്ലീറ്റോന് ഇഷ്ടമുള്ളതാ. എന്താണ് കുറെ വർഷത്തേക്ക് ഞാൻ അവിടെ എപ്പോഴും കഴിക്കണ്ടേ. ഇത് അച്ചാറാണേ. ഇതെടുത്ത് വെക്കണ്ടേ? ഇതൊക്കെ ഈ കവറിൽ അവിടെ ചെന്നിട്ട് ഷെൽഫിലോട്ട് എല്ലാം എടുത്ത് വെക്കണേ. പിന്നെ ഇതിനകത്ത് എല്ലാ ഡ്രസ്സും ഉണ്ട്. ഡ്രസ്സും എടുത്ത് ഇതിനകത്ത് വെച്ചത്. പിന്നെ 2 മാസം കഴിയാ നിക്കണ്ടേ ഇവിടെ. ചിലപ്പോ എന്നെ ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞേക്കുമ്പോഴാണല്ലോ ഉള്ള ആഹാര സാധനങ്ങളും ആദ്യം ഇതൊക്കെ എടുത്ത് ഇവിടെ കെട്ടിച്ചു വിടുകയല്ലോ, ജോലിക്ക് പോവല്ലേ. എന്താ ജോലി? അതൊന്നും എനിക്ക് തോന്നല്ല ആ ജോലി ശരിയാവുന്നു. ഞാൻ ഒരു കാര്യം പറയാം, അവിടെ പോയി ഞാൻ ഒരാഴ്ച നിന്ന് നോക്കും. എൻ്റെ രീതി എൻ്റെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തമായിട്ട് വരണമെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങോട്ട് പോണെങ്കിൽ ക്ലീറ്റ് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വാതിൽ തുറന്നു തരില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിന്ന് മര്യാദ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യണത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും കഷ്ടപ്പെട്ട് എന്ത്. അപ്പൊ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോ? ഗൾഫിൽ ജോലി ചെയ്യണ എന്താ കുഴപ്പമെന്നറിയാം? എന്താ കുഴപ്പം? പോയി അവിടെ നിന്ന് കുറെ വർഷം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാണ്. ഭാര്യയും വേണ്ട, കൊച്ചുങ്ങളെ വേണ്ട. എനിക്ക് എൻ്റെ കൊച്ചിനെ അങ്ങനെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റൂല. അവളെ വിഷമം ആര് കാണും? എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷാ. പിന്നല്ലാതെ നമുക്ക് അങ്ങോട്ട് പോവാൻ, ചായ കുടിക്കാം. ഇത് ക്ലീറ്റോന്റെ വർത്താനം കേട്ടാത്തത് ഇനി നമ്മൾ ലോകത്തിൽ കാണാൻ പോണില്ല എന്നുള്ള വർത്താന. മുഖം തെളിയാത്തോണ്ടോ? എന്റെ മുഖം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നാ പറ്റൂല. സന്തോഷമായിട്ട് പോയിക്കേ. ഭയങ്കര സന്തോഷം തന്നെ. നിങ്ങൾക്കൊക്കെ സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ എന്നെ ഇവിടെ വേണ്ട വേണ്ട, നമ്മുടെ നല്ലതിന് വേണ്ടിട്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്റെ പൊന്നെ, ഞാനായിട്ട് നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കണമെന്നൊന്നും വേണ്ട. യാത്രയൊക്കെ മിക്കവാറും പോക്ക് നടക്കും തോന്നുന്നില്ല. എങ്ങോട്ട് പോകണം? എല്ലാം കൂടെ പറക്കി കെട്ടി എങ്ങോട്ട് പോണം? ഒരു ജോലിക്ക് പോണത്. ആ ജോലിക്കൊക്കെ പോവാം. ഇത്രയും പേരെ പൈസകൾ തന്നിട്ടാവും പോയാ മതി. അവൻ പൈസ തരാതെ അവനെ വിടത്തില്ല നമ്മള്. പൈസ മാറ്റിയാണ് ചേച്ചി. എല്ലാം കൂടെ വാരിക്കെട്ടി അങ്ങ് പോവാന്ന് വിചാരിച്ചാ നമ്മളെല്ലാം പറ്റിച്ചിട്ട്. പൈസ തരും. എന്നാ ഇനി പൈസ തരണം? നമുക്ക് ഇത് എല്ലാവർക്കും പൈസ തരാനുള്ളതാണ് ഇദ്ദേഹം. ഇവനാണെങ്കിൽ ഇന്ന് മുങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനെ മഷി കിട്ടാ പോലും കാണത്തില്ല. പിന്നെ അവൻ പൈസ തരാതെ എവിടെ പോണം? ഇവനെന്നും വിടത്തില്ല. എവിടെ നിക്കട്ട്? എന്തായാലും പോയി അറിയിക്കാൻ പറ്റിയ എല്ലാവരെയും അറിയിച്ചല്ലോ അല്ലേ? സുഹൃത്തുക്കളെ, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. മൂന്നാറിലെ തേയില കമ്പനിയിലാണ്. അപ്പോൾ ഞാൻ ആ ജോലി ചേർന്ന് കഴിഞ്ഞാൽ മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എല്ലാവരുടെയും കടം തീർക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയിട്ട് വരട്ടെ? പോയിട്ട് വരാം. നിനക്ക് എന്നെ ഉടനെ അങ്ങോട്ട് വിടാം. നീ ഉടായിപ്പ് നിന്റെ കയ്യിൽ വെച്ചിടാ. നീ പൈസ എടുത്തുണ്ടോ ആദ്യം? ഇവനെ വിടരുത്. വിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. പൈസ തരാതെ നിങ്ങൾ പൈസ തരാതെ നിന്നെ എങ്ങും വിടില്ല. വിടൂല. വിടൂല. ആ തീരുമാനം തന്നെയാണ്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. മാറ്റമൊന്നുമില്ലല്ലോ? ഒരു മാറ്റമില്ല. എന്നാ പൈസ എടുത്തുണ്ടോ? സമാധാനമായി. സന്തോഷമായല്ലോ. ഞാൻ ഈ ജോലി ഉണ്ടല്ലോ രാജി വെച്ചിരിക്കുന്നത്. ഞാൻ ഇനി എങ്ങോട്ട് പോകണില്ല, ഇവിടെ തന്നെ കാണും കേട്ടോ. പൈസ എടുത്തോണ്ട് വരാൻ പറ. ചുമ്മാ പൈസയും എടുക്കാൻ പോയേക്ക് അവിടെ നിക്കേ. അതെ, എല്ലാവരുടെ പൈസയും ഞാൻ തരും. ഇച്ചിരി പൈസ എനിക്ക് വരാനുണ്ട് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പൈസയും ആണ്. അതിനി എവിടെ നിന്നാണ് പറഞ്ഞത് നിനക്ക് പൈസ? ഞാൻ പറയാക്കൂല. വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നിരിക്കും കേട്ടോ.